1572 എൻ്റെ സഹോദരങ്ങളെ ഹോളണ്ടിൽ നടന്നൊരു അത്ഭുതം, അവിടെ ഗോർക്ക് കത്തീഡ്രലിൽ നടന്നൊരു അത്ഭുതമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അത്ഭുതത്തിൻ്റെ പ്രത്യേകത, ആ കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡിൽ പ്രൊട്ടസ്റ്റൻ നവീകരണത്തിൻ്റെ ഒരു ലീഡർ, നേതാവായിരുന്നു എൽറിച്ച് സ്വിംഗ്ലി. എൽറിച്ച് സ്വിംഗ്ലി എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് നവീകരണ മുന്നേറ്റത്തിൻ്റെ നേതാവായിരുന്ന മനുഷ്യൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെ അധിക്ഷേപിക്കാൻ വേണ്ടി, ദിവ്യകാരുണ്യത്തെ അവഹേളിക്കാൻ വേണ്ടി പരസ്യമായിട്ട് ഈ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സൈന്യം ഇരച്ചു കയറുകയാണ്. എന്നിട്ട് നശീകരണ പ്രവർത്തികൾ ആരംഭിക്കുകയാണ്. ആ ദേവാലയ തിരുവസ്തുക്കളൊക്കെ വലിച്ചെറിയുകയാണ്. അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അരുളിക്ക കുത്തി തുറന്ന്, നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിക്കണം, അരുളിക്ക കുത്തി തുറന്ന്, അതൊരു മനസ്സിലാക്കാൻ വേണ്ടി ഒരു അതിനൊരു ഇമേജ്, ഒരു പിക്ചറാണ് എൻ്റെ സഹോദരങ്ങളെ. കണ്ടു, കുത്തി തുറന്നിട്ട് തിരുവോസികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ബൂട്ട് കൊണ്ട്, നിങ്ങൾ ചിന്തിച്ച് നോക്കി, കണ്ടു ആ കാലിലുകൾ, ആ ബൂട്ടിൽ, വലിയ ബൂട്ടാണ്, ആ ബൂട്ട് കൊണ്ട് ചവിട്ടുകയാണ്. കർത്താവിന്റെ രക്തശരീരങ്ങളെ കണ്ടു, നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവിന്റെ രക്തശരീരങ്ങളെ ബൂട്ട് കൊണ്ട് ചവിട്ടുകയാണ്. ആ ബൂട്ടിൽ അതിന്റെ ആണി പോലത്തെ നമുക്കറിയാം, അങ്ങനത്തെ ബൂട്ടുകളാ, അത് പതിഞ്ഞ ആ തിരുവോസ്തിയിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 ഭാഗങ്ങളിൽ വളയാകൃതിയിൽ രക്തത്തിന്റെ മുറിപ്പാടുകൾ ഉണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കണമേ. അതൊന്ന് മെയിൻ സ്ക്രീനിലോട്ട് കൊണ്ടുവന്ന് ആ രക്തത്തിന് കണ്ടോ, രക്തത്തിന്റെ മുറിപ്പാടുകൾ ഉണ്ടാവുകയാണ്. തിരുവോസ്തി അപമാനിക്കുക, പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക, ദൂഷിക്കുക ഈ കാലഘട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് 1572 കാലഘട്ടങ്ങളിലാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു? ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദൈവം നിന്നകളിൽ ഒരാള്, ഈ ദിവ്യകാരുണ്യ അത്ഭുതം കണ്ട്, ഈ തിരുവോസിയിൽ ആ 3 ഇടങ്ങളിൽ ആ രക്തത്തിന്റെ മുറിപ്പാടുകൾ കണ്ട് അദ്ദേഹം അവിടെ കമിഴ്ന്നു വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് അവഹേളിക്കാനുള്ള വസ്തുവല്ല, ഇത് നിന്ദിക്കപ്പെടാനുള്ള വസ്തുവല്ല, ഇത് ജീവിക്കുന്ന കർത്താവിന്റെ യഥാർത്ഥ രക്തശരീരങ്ങളാണ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ മുട്ടുകുത്തി തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് വലിയ അനുതാപ മാനസാന്തരം ഉണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കഠോര തിന്മ ചെയ്ത മറ്റൊരു തൻ്റെ സുഹൃത്തിന്റെ അരികിൽ ചെന്ന്, അദ്ദേഹമാണത് ചെയ്ത്, അവൻ്റെ അടുത്ത് ചെന്ന് ഇതിന്റെ അത്ഭുത നന്മകളെ കുറിച്ചും കർത്താവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന്റെ ശക്തിയെക്കുറിച്ചും അദ്ദേഹം പറയാണ്. അവർ ഇരുവരും അവിടെ മുട്ടുകുത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ ക്രമം ഒഴുകപ്പെടുക നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഇതുപോലെയാ സാവൂൾ പൗലോസായി മാറിയതുപോലെ കുർബാനയിൽ വിശ്വാസമില്ലാതിരുന്ന, ദിവ്യകാരുണ്യത്തിൽ യാതൊരു ബോധ്യമില്ലായിരുന്ന എത്രയോ ആയിരങ്ങളെ ഈ കാലഘട്ടത്തിൽ കർത്താവ് തന്റെ അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ, തന്റെ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ ദിവ്യകാരുണ്യത്തിന്റെ പ്രേക്ഷിതരായി മാറ്റിയ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? നമ്മുടെ കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? എല്ലാം 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 എല്ലായിടത്തേക്ക് സാധ്യമാ. ഈ ദൈവ നിന്ദകരെ, ഈ ദൈവ ദൂഷകരെ അവര് വിശ്വസിച്ച് കർത്താവിന്റെ രക്തശരീരങ്ങൾ, ആ ബോധ്യം അവരുടെ വിശ്വാസം ഏറ്റു പറയുകയാണ്. അവിടെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് ഈ തിരുവോസിന് ആ രക്തമുറിപ്പാടുകൾ ഉണ്ട്, അവിടെ അത് കാണപ്പെട്ട് നിൽക്കുക. 1594 സ്പെയിനിലെ രാജാവായ ഫിലിപ്പ് രണ്ടാമനെ ഈ തിരുവോത് കൊടുക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? എൻസ്കോറിലുള്ള സാൻ ലൊറോസ ആശ്രമത്തിനെ ഈ അത്ഭുത തിരുവോസ്തി കണ്ടു. ആ തിരുവോസ്തി രക്തമുറിപ്പാടുള്ള 3 ഇടങ്ങളിൽ രക്തമുറിപ്പാടുള്ള ഈ അത്ഭുത തിരുവോസ്തി കൈമാറുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇന്ന് ആ ആശ്രമ ദേവാലയത്തിൽ, എല്ലാ സ്ക്രീനിലോട്ട് നോക്കിക്കേ, എൽസ്കോറിലുള്ള സാൻ ലോറൻസ് ആശ്രമത്തിൽ അത് പരസ്യ വണക്കത്തിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരസ്യമായ വണക്കത്തിൽ ആ തിരുവോസ് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ആ ഫുൾ സ്ക്രീനിലോട്ട് നോക്ക്. നിങ്ങൾ അതൊന്ന് പോസ് ചെയ്ത് നിർത്തിയേ, ഒന്ന് നോക്കിക്കേ എൻ്റെ സഹോദരങ്ങളെ. 1572 സംഭവിച്ചത്. നൂറ്റാണ്ടുകൾ എത്ര കടന്നു, വർഷങ്ങൾ എത്ര കടന്നുപോയി. ആ ബൂട്ടിട്ട
ആ ബൂട്ടിട്ട കാലുകൾ കൊണ്ട് തിരുവോസിയെ അധിക്ഷേപിക്കാൻ, പരിഹസിക്കാൻ വേണ്ടി അതിനെ ചവിട്ടിയത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ ചവിട്ടിയ 3 ഇടങ്ങളിൽ രക്തത്തിന് മുറിപ്പാടുകള്. 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ലാതെ കർത്താവ് തന്റെ ജീവിക്കുന്ന യഥാർത്ഥ സാന്നിധ്യത്തിന്റെ അത്ഭുതമായി, അടയാളമായി ഇന്നും ഈ ദിവ്യകാരൻ അത്ഭുതത്തിലൂടെ ഈശോ ജീവിക്കുകയാണ്. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റു പറഞ്ഞേ. കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റു പറഞ്ഞേ. എല്ലാവരും ഒന്ന് ചങ്ക തുറന്ന് പറഞ്ഞേ, കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്ര വലിയൊരു അത്ഭുതം കണ്ടു. കൊല്ലം 10, 5, 600 വർഷം കഴിഞ്ഞ് 600 വർഷമായി ഒരു മാറ്റവുമില്ല. ഒരു മാറ്റു പരസ്യ വടക്കത്തിന് ഇന്നും ആശ്രമ ദേവാലയത്തിലുണ്ട്. സഹോദരങ്ങളെ, എത്ര വലിയവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സക്രിയ പ്രവചനം 1:3 ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാ. കർത്താവ് അരുളി ചെയ്യുന്നു. എന്താണ് കർത്താവ് അരുളി ചെയ്യുന്നത്? എന്റെ സന്നിധിയിലേക്ക് മടങ്ങി, എന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. റിട്ടേൺ ടു മീ. നിങ്ങൾ എന്റെ സന്നിധിയിലേക്ക് വരിക. പാപം ഉപേക്ഷിക്കുക, അശുദ്ധ ജീവിതം ഉപേക്ഷിക്കുക, ലോകത്തിന്റെ വെരിക്കുത്തുകൾ ഉപേക്ഷിക്കുക, അവിശ്വാസം ഉപേക്ഷിക്കുക. കർത്താവ് പറയാ, മക്കളെ നിങ്ങൾ എന്റെ സന്നിധിയിലേക്ക് വരിക. എന്റെ ദിവ്യകാരുണ്യത്തിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങൾ ഓടി വരിക, മടങ്ങി വരിക. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. I will bless you. I will bless you. കർത്താവ് വാഗ്ദാനം തരികയാ. I will bless you. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തും, ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യും, ഞാൻ നിങ്ങളെ എന്റെ മഹത്വത്തിൽ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. പവർ 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 പവർ. എത്ര അത്ഭുതകരമായ എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് തന്റെ സഭയിലൂടെ ഓരോ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഇന്നും നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഇനി നമ്മൾ എന്തിനാ സംശയിക്കണേ? നമുക്കൊന്ന് സറണ്ടർ ആയിക്കൂടെ? നമുക്കൊന്ന് സറണ്ടർ ആയിക്കൂടെ? നമ്മുടെ ചങ്ക് കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തൂടെ? എന്നിട്ട് കർത്താവിന്റെ ചങ്ക് നിരന്തരം നമുക്ക് ഭക്ഷിച്ചൂടെ? അതിനല്ലേ ഈ അത്ഭുതങ്ങളൊക്കെ.